ഇന്നത്തെ ഒരു ഡയറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ്. അതിനാണ് ഞാനിത് കാണിക്കുന്നത്. എല്ലാതും ഗ്രീൻ വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? അതായത് പ്രോട്ടീൻ ആയാലും ഫൈബർ ആയാലും ഫാറ്റ് ആയാലും കാർബ് ആയാലും എല്ലാം നമുക്ക് കറക്റ്റായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിക്കുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റിൽ എത്ര കാർബ് ഫൈബർ അങ്ങനെ അതിൽ കൂടുതലും കുറവും വരും. പക്ഷെ നമ്മൾ ഒരു ദിവസത്തെ കംപ്ലീറ്റ് മീൽ എടുക്കുമ്പം അത് നല്ലതായിട്ടൊരു വെൽ ബാലൻസ്ഡ് ഡയറ്റാണ് വരുന്നത്. ഇത് 1099 കാലറീസ് ആണ് വരുന്നത്. എനിക്ക് ശരിക്കും 1250 കാലറീസ് വരെ കഴിക്കാം. പക്ഷെ ഞാനൊരു 1100ൻ്റെയും 200ൻ്റെയും ഇടയിലായിട്ടാണ് ഇപ്പോഴും കഴിക്കാറുള്ളത്. അപ്പോൾ രാവിലെ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് 1 ലിറ്റർ വെള്ളം കുടിക്കുകയാണ്. അത് ചില ദിവസം എനിക്ക് 1 ലിറ്റർ പറ്റില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് ബാക്കി വരാറുണ്ട്. എന്നാലും ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ആയിട്ട് ഞാൻ കഴിക്കുന്നത് ഒരു ഫ്രൂട്ടാണ്. ഒരു 30 മിനിറ്റിന് ശേഷമായിട്ട് ഞാൻ ഫ്രൂട്ട് എടുക്കും. അത് എന്ത് ഫ്രൂട്ട് വേണമെങ്കിൽ എടുക്കാം. എനി സീസണൽ ഫ്രൂട്ട്സ് നമുക്ക് എടുക്കാം. ഇത് വളരെ ചെറിയൊരു പഴമാണ്. അത് കാരണം കൊണ്ട് ശരിക്കും ഒരു റോബസ്റ്റ പഴത്തിൻ്റെ അകത്ത് ഏകദേശം ഒരു 150 കാലറി വരെയൊക്കെ വരും. ഒരു വലിയ പഴത്തിൻ്റെ അകത്ത് ഇത് 56 ഗ്രാമേ ഉള്ളൂ. ഇത് വളരെ ചെറിയൊരു പഴമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 58 കാലറീസ് ആണ് വരുന്നത്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എടുക്കുന്നത് അരിപ്പുട്ടാണ് എടുക്കുന്നത്. അത് തന്നെ നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുട്ടെടുക്കാവുന്നതാണ്. ഗോതമ്പ് പുട്ടോ റാഗി എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ അതും എടുക്കാറുണ്ട്. ഇന്ന് ഞാൻ അരിപ്പുട്ടാണ് എടുക്കുന്നത്. അതൊരു ചെറിയ പീസാണ് നമ്മൾ എടുക്കുക. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ ചെറുപയറാണ് എടുക്കുന്നത്. ചെറുപയറിന് പകരം എന്ത് പൾസസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. കടല, വെള്ളക്കടല എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. ഏത് പൾസസ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ സാധാരണ ഒരു തോരൻ ഉണ്ടാക്കുന്ന അതേ രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മാത്രമാണ് എടുക്കുന്നത്. അത് ചതച്ചതിന് ശേഷം അത് വളരെ കുറച്ച് ഓയിലാണ് നമ്മളത് വഴറ്റിയെടുക്കുന്നത്. ആ വളരെ കുറച്ച് ഓയിൽ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ മുളക് പൊടിച്ച ആ ഒരു മുളക് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഇടുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ അകത്തോട്ട്. പിന്നെ കുറച്ച് തേങ്ങ ഞാൻ ഇടുന്നുണ്ട്. അതൊരു ഹെൽത്തി ഫാറ്റിന് വേണ്ടിയിട്ടാണ് കുറച്ച് തേങ്ങ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെറുപയർ ആഡ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് എണ്ണ ഉപയോഗിക്കാതിരുന്നാൽ മതി. തോരൻ വെക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഒരുപാട് എണ്ണ നമ്മൾ ഉപയോഗിക്കരുത്. വളരെ കുറച്ച് എണ്ണ എടുക്കുക. ഞാൻ എപ്പോഴും 1 ടീസ്പൂണാണ് എടുക്കുന്നത്. എനിക്ക് മാത്രമാണെങ്കിൽ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണൊക്കെയാണ് എടുക്കുന്നത്. ഇത് ഒരുപാടായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ ഒരു 2 ടീസ്പൂണൊക്കെ എടുക്കും. കാരണം അത് മുഴുവൻ ഞാൻ കഴിക്കില്ല. അതിൽ നിന്നൊരു കുറച്ച് പോർഷനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 ടീസ്പൂൺ ഓയിലുണ്ട്. കാരണം ഞാനിത് എനിക്ക് മാത്രമായിട്ട് ഉണ്ടാക്കുന്നതല്ല, അതുകൊണ്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഞാൻ വളരെ ചെറിയൊരു കഷ്ണം പുട്ടാണ് എടുത്തിരിക്കുന്നത്. വളരെ ചെറിയൊരു പീസാണത്. അതിൻ്റെ കൂടെ ചെറുപയർ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. കൂടെ ഞാനൊരു ചായ എടുത്തിട്ടുണ്ട്, 1/2 ഗ്ലാസ്. ഒരുപാട് ചായ എടുക്കുന്നില്ല, 1/2 ഗ്ലാസ് ചായയാണ് എടുക്കുന്നത്. അതിനുശേഷം ഞാൻ കഴിക്കുന്നത് ഒരു 10 നേരത്ത് ഞാൻ കഴിക്കുന്നത് ഒരു പൈനാപ്പിൾ ജ്യൂസാണ്. അതിൻ്റെ അകത്ത് പഞ്ചസാര ഒന്നും ആഡ് ചെയ്യരുത്. എന്ത് ജ്യൂസ്, എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിൽ എടുക്കാം. ജ്യൂസായിട്ട് എടുക്കണം എന്നില്ല. നമുക്കൊരു ഫ്രൂട്ടായിട്ട് ഡയറക്റ്റായിട്ട് കഴിച്ചാലും മതി. ഞാൻ ജ്യൂസായിട്ട് എടുത്തു എന്ന് മാത്രം. എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഷുഗർ ഇടാതിരിക്കും.
മോര് ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ മുളക്, മല്ലി, മഞ്ഞൾ, അതുപോലെ തന്നെ ഗരം മസാല പൊടി, ഉപ്പ്, ഇത്രയാണ് അതിൻ്റെ അകത്തിടുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന്, നിങ്ങൾക്ക് ആ ഒരു ക്വാണ്ടിറ്റി നോക്കി ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം വെജിറ്റബിൾസിലോട്ടും കൂടിയുള്ള പൊടികൾ നമ്മൾ ഇടണം, കാരണം ഇതിൻ്റെ അകത്ത് വെജിറ്റബിൾസും ഈ ഒരു മിക്സ്ചറിൽ തന്നെ നമുക്ക് ആക്കിയെടുക്കാനുള്ളതാണ്. അതിനുശേഷം വെജിറ്റബിൾസും ഞാൻ അതിൻ്റെ അകത്ത് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്തു. ഇത് ഞാൻ സാധാരണ ബേക്ക് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്, പക്ഷേ ഇന്ന് ഞാൻ ബേക്ക് ചെയ്യുന്നില്ല, ഞാൻ കുക്ക് ചെയ്യാൻ പോവുകയാണ്, അടച്ചു വെച്ച് കുക്ക് ചെയ്യുകയാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഓയിലൊന്നും തന്നെ ഞാൻ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഓയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. ഇത് ഓൾറെഡി അതിൽ നിന്നുള്ള വെള്ളത്തിൽ തന്നെ അത് കുക്കായിക്കോളും, ചെമ്മീനിൽ തന്നെ വെള്ളം ഇറങ്ങി വരും, അപ്പോൾ അത് കുക്കാവും. അപ്പോൾ എണ്ണയുടെ ആവശ്യമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് മൊത്തം വരുന്നത് 140 കാലറീസ് ആണ് വരുന്നത്. പിന്നെ ഒരു ഫൈനലി 4:30 ആകുമ്പോൾ ഞാനൊരു സപ്പോട്ട കഴിച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അത് 100 ഗ്രാമാണ്, 91 കാലറീസ് ആണ് വരുന്നത്. സോ ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.